ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂണിക് ടൈലറിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബ്ലൗസിൻ്റെ നെക്ക് ബാക്ക് ഡിസൈനാണ്. നമ്മൾ മൂവീസിലും സീരിയലിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ കണ്ടോ 2.5 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ടോപ്പ് ടു ബോട്ടമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈൻ നമ്മൾ കറക്റ്റ് ഈ വരച്ച വരയിലൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്കിൽ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത്. അതായത് ഒരു കോളറൊക്കെ വെക്കാൻ പാകുന്ന രീതിയിൽ നെക്ക് കട്ട് ചെയ്യാതെ വേണം ഈ ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ 2.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. then അത് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഈ പീസ് ഒരിക്കലും കളയരുത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ 2 ഒരുപോലത്തെ പീസ് കിട്ടും. ഇതെടുത്ത് വെക്കുക. അതിനുശേഷം വേണ്ടത് നമുക്കിങ്ങനെ ട്രയാങ്കിൾസ് ആണ്. ഈ ട്രയാങ്കിൾസ് ഒരു 8 പീസ് വേണം. ഈ ട്രയാങ്കിൾസിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 2.5 ഇഞ്ചും അതുപോലെ തന്നെ ബ്രെഡ്ത്ത് വരുന്നത് ഒരു 3 ഇഞ്ചും എടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ലോങ് ആയിട്ടുള്ള നല്ല ലെങ്ത്തുള്ള 4 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്ലൗസിൻ്റെ ബാക്കിലുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഈ ലോങ് ആയിട്ടുള്ള പീസിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല അധികം എല്ലായിടത്തും വീതി കുറഞ്ഞും കൂടിയും പോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഈസി ആയിട്ട് വണ്ണം കുറവുള്ള ടൈപ്പിലുള്ള വള്ളിയാണ് അടിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടില്ലേ, തീരെ വണ്ണമല്ല. എൻ്റെ വിരൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീരെ വണ്ണമല്ല. ഇതെങ്ങനെയാണ് ഈർക്കിളില്ലേ, ചൂലിൻ്റെ ഈർക്കിൾ, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം നോക്കാം, ഇങ്ങനത്തെ വള്ളി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താക്കുക, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻസ് നമ്മൾ ചേർത്ത്, അതായത് ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്ത് കട്ട് ചെയ്യുക. പക്ഷെ ഒരിക്കലും തീരെ ചേർന്ന് സ്റ്റിച്ച് അഴിഞ്ഞു പോകുന്ന രീതിയിലായി പോകരുത് കട്ട് ചെയ്യുന്നത്. ഒരു ഏകദേശം വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക, കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈർക്കിളെടുക്കുക. കണ്ടോ, ഞാനിവിടെ ഒരു ഈർക്കിളെടുത്തിട്ടുണ്ട്. ഈർക്കിളെടുത്തതിന് ശേഷം ഇപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഇതിൻ്റെ ആ ഈർക്കിളിൻ്റെ ഒരു വശം ആ പൈപ്പിങ്ങിൻ്റെ, അതായത് ഇപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരുകി വെക്കുക. പക്ഷെ ഒരിക്കലും ഫുള്ള് ഉള്ളിലേക്ക് പോരുത്. ഒരു ചെറിയ കഷ്ണം തുണി അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഉള്ളിലേക്കാക്കുക. അതിനുശേഷം എന്താക്കുക, ഈ മുകൾ ഭാഗത്തുള്ളത് ഫുള്ളും ഇങ്ങനെ തള്ളി ആ ഇർക്കിളിൻ്റെ മുകളിലേക്കാക്കുക. അതിനനുസരിച്ച് ഇർക്കിൾ നീക്കി കൊടുക്കണം മുകളിലേക്ക്. കണ്ടോ, ഇപ്പോൾ തുണി അവിടെ വരെ എത്തി. ഇർക്കിളിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഞാൻ തള്ളവിരൽ വെച്ചിരിക്കുന്നിടത്താണ് ഇർക്കിളിൻ്റെ മുകൾ ഭാഗം. ഈ തുണി കയറുന്തോറും ചുരുങ്ങി വരും. ഈ ചുരുങ്ങുന്നത് താഴോട്ട് വലിച്ച് താഴ്ത്തുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുമ്പോഴേക്കും, അതായത് ഈ തുണിയുടെ ലെങ്ത്ത് ഫുള്ള് കഴിയുമ്പോൾ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വള്ളി കിട്ടും. അധികം കട്ടിയൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല മെത്തേഡാണ്, എനിക്കറിയാവുന്നതിൽ ഏറ്റവും നല്ല മെത്തേഡാണ് ഇങ്ങനെ വള്ളി ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, നമ്മൾ താഴോട്ട് വലിച്ച് താഴ്ത്തുക. അതിന് മുകളിൽ അതിനനുസരിച്ച് തുണി കയറ്റി കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുമ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വളരെ തിന്നായിട്ടുള്ള വള്ളി കിട്ടും. കണ്ടോ, ഇർക്കിളിൻ്റെ മുകൾ ഭാഗം എത്തി മുകളിൽ. അപ്പോൾ എന്താക്കുക, നമ്മൾ ബാക്കിയുള്ള ഭാഗം താഴോട്ട് വലിച്ച് താഴ്ത്തിയതിന് ശേഷം ഈ ഇർക്കിൾ അതിന്ന് ജസ്റ്റ് ലൂസാക്കിയിട്ട് താഴോട്ട് വലിച്ച് താഴ്ന്ന് ഊരിയെടുത്ത് കഴിയുമ്പോൾ താഴേന്ന് മുകളിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇനിയും ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതാക്കി ഈ ക്ലോത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലോത്തിന് മാത്രം നമുക്ക് വലിച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഒരു തീരെ നൈസായിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു വള്ളി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ബ്ലൗസ് എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു ടൈപ്പായിരുന്നു, എങ്ങനെയാണ് ഇത് ഇത്ര ക്ലീനായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ഇത്ര സിമ്പിളാണ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ എത്ര ഈസി വേയിൽ പറ്റും നോക്കാം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഒരു പ്രിൻസസ് കട്ടാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല, ഓൺലി ബാക്ക് പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ട്രയാങ്കിളിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ വള്ളി വെക്കുക. അതിന് മുകളിലായിട്ട് നല്ല വശം ഉള്ളിലേക്കാക്കി വീണ്ടും ഒരു ട്രയാങ്കിൾ വെക്കുക. എന്നിട്ട് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ സൈഡ് ചേർത്ത് ഇങ്ങനെ അടിക്കുക. ഫുള്ള് കവർ ചെയ്യരുത്, താഴ്ഭാഗവും കവർ ചെയ്യരുത്. അതായത് രണ്ട് സൈഡും മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇതിൻ്റെ ഉൾവശം തിരിച്ചെടുക്കുക. അതായത് നല്ല വശം പുറത്തേക്കാക്കി മറിച്ചെടുക്കുക.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഈ രണ്ട് സൈഡിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടാലാണ് അത് പെർഫെക്റ്റായിട്ട് കറക്റ്റ് ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമ്മൾക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചെയ്തത് നമ്മൾ 8 പീസ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് പെയറാക്കി കഴിയുമ്പോൾ 4 ഇങ്ങനത്തെ ത്രികോണങ്ങൾ കിട്ടും. ആ 4 ട്രയാങ്കിൾസും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് ആക്കി വെക്കുക. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് വള്ളിയും കിട്ടും. സാധാരണ നമ്മൾ ഈ ബ്ലൗസിനൊക്കെ ബാക്കിൽ വള്ളി വെക്കുന്നതിൻ്റെ താഴ്ഭാഗത്തുള്ളത് പോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ അറ്റം മടക്കി അടിക്കുന്നില്ല. അങ്ങനെ 4 എണ്ണം കിട്ടി. ഈ 4 എണ്ണം നമ്മൾ എന്താക്കും, ബാക്കിൽ നമ്മൾ വലിയ പോർഷനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. ആ കട്ട് ചെയ്തതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മാറി ഫസ്റ്റ് ഒരെണ്ണം വെക്കും. അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ അടുത്ത ഇങ്ങനത്തെ ട്രയാങ്കിളും അതിനോട് ചേർത്ത് വെക്കും. ഇങ്ങനെ ട്രയാങ്കിൾ 2 എണ്ണം ഒരു വശത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് മാറ്റി വെക്കാൻ പറഞ്ഞ ഒരു നീളത്തിലുള്ള പീസ് ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് വെട്ടി മാറ്റിയത് തന്നെ. അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുമായിട്ടിങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ അടിപ്പാണ് അടിക്കാൻ പോകുന്നത്. ആ അടിപ്പിൽ ഈ ട്രയാങ്കിൾസും ഈ ബാക്ക് പോർഷൻ ഫുള്ള് നെക്ക് വൃത്തിയാവുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റത്തെ പോർഷൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇതേ അളവിൽ രണ്ടാമത്തെ ഭാഗവും വെച്ച് ചെയ്യുക. അപ്പോൾ കണ്ടു, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എത്ര ഈസിയാണല്ലേ? കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നല്ലൊരു ഹെവി വർക്ക് ചെയ്ത പോലെ ഉണ്ടാവും. പക്ഷേ ഇത് എത്ര സിമ്പിളാണെന്ന് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ ഞാൻ ബാക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. യൂണീക്ക് സ്റ്റിച്ചിങ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക.